എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ചൂരൽമലയിൽ ഇപ്പൊ ഇവിടെ ചാറ്റൽ മഴ പെയ്തു. 7 മണിക്ക് പരിപാടിക്ക് അല്ലേ ഒരു മഴ പെയ്തു കഴിഞ്ഞില്ലേ? ആ മഴയെക്കാളും വലിയ പേമാരി മണ്ണും മണലും പാറയുമായി എന്റെ കുടുംബത്തിലെ 3 ആളുകളടക്കം ഞാൻ സംഘടനാ പ്രവർത്തനത്തിനകത്ത് വയനാട് ജില്ലക്കകത്ത് ഹരിത പതാക പാറുന്ന മൂവർണ്ണ പതാക പാറുന്ന UDF-ന്റെ കോട്ടയ്ക്കകത്ത് വിദ്യാർത്ഥി പ്രവർത്തകനായി പ്രവർത്തിച്ച സമയത്ത് എന്റെ കൂടെ പ്രവർത്തിച്ചവർ അടക്കം ആ ചൂരൽമലയിൽ നഷ്ടമായപ്പോ, ഞങ്ങളൊന്ന് വേദനിച്ചപ്പോ, ഞങ്ങൾക്കൊന്ന് പ്രയാസമുണ്ടായപ്പോ, ഞങ്ങൾക്ക് വീട് നഷ്ടമായപ്പോ ആദ്യം അവിടെ ഓടിയെത്തി എന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് വെള്ളവും വളവും തന്ന് വളർത്തിയ സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയാണ്. അതുകൊണ്ട് ചൂരൽമല ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ഒരാളായതുകൊണ്ട് ഞാൻ ഇവിടെ കടന്നു വന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഇവിടെയുണ്ട്. എന്നെ പോലെ സംസാരിക്കാൻ കഴിവുള്ളവർ, എന്നേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഇവിടെയുണ്ട്. ഏറെ ബഹുമാനിയായ രാജ്യസഭാ MP ഇവിടെ എത്തി നിൽക്കുന്നു. പക്ഷേ അവർക്ക് മുമ്പ് 2 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും: കുഞ്ഞാപ്പയ്ക്ക് കൊടുത്തതിനേക്കാൾ വലിയ ചരിത്ര ഭൂരിപക്ഷം സമ്മാനിക്കാൻ വേങ്ങര ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണിത്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ വരുന്ന സമയത്ത് എന്റെ കുട്ടിയുടെ 40 കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാ. ഷാജിക്കൊക്കെ അറിയാം, 40 കഴിഞ്ഞു. സത്യത്തില് ആ പരിപാടി കൃത്യമായി പങ്കെടുക്കാൻ പറ്റിയില്ല. പ്രസവക്കൂട്ടലിന് പോയ സമയത്ത് നമുക്ക് കിട്ടിയ സ്വർണ്ണമൊക്കെ കൊടുക്കണം എന്നൊരു ചടങ്ങുണ്ട്. സ്വർണം നഷ്ടപ്പെട്ട സമയമാണല്ലേ കേരളത്തിനകത്ത്. സത്യം പറഞ്ഞാല് മഹർ വരെ ബാങ്കില. എങ്ങനെ എടുത്തു കൊടുത്തെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഭാര്യയുമായിട്ട് ചെറിയ സൗന്ദര്യ പണക്കത്തില് ഫോണിലൂടെയൊക്കെ ഞാൻ കുശൂഷൊക്കെ പറയുന്നത് കേട്ട് ആ സമയത്താണ് തെലങ്കാനയിലെ ഒരു റിപ്പോർട്ട് വരുന്നത്. എന്താണ്? മാതാപിതാക്കളെ അവർക്ക് ചിലവ് കൊടുത്തിട്ടില്ലെങ്കിൽ, അവരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ സർക്കാർ മേഖലയിൽ ഉദ്യോഗസ്ഥരുടെ വേതനം കട്ട് ചെയ്യാൻ തയ്യാറാകുന്നു എന്നത് ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് എന്ന് ഷാജിക്കാക്ക്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്, ഈ കോട്ടയുടെ കാവൽക്കാരന് പിതാവില്ല എന്ന് നമുക്കറിയാം. മാതാവിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന യുവ രാഷ്ട്രീയ നേതാവ് അപൂർവമാണ്. ഉമ്മയെ നെഞ്ചോട് ചേർക്കുന്ന പ്രിയപ്പെട്ട ഷാജിക്ക, ഉമ്മയോളം സ്നേഹം കൊടുക്കുന്ന ആ മാതൃത്വം, അത് വേങ്ങരയ്ക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. ആ സമ്മാനം ഹൃദയം കൊണ്ട് സ്വീകരിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ച്, സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത നാട്, സംരക്ഷണമില്ലാത്ത നാട്, വിദ്യാർത്ഥികൾക്ക് പരിരക്ഷയില്ലാത്ത നാട്, ലഹരി താണ്ഡവമാടുന്ന നാട്, എന്തിനേറെ പറയണം ചികിത്സയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന നാട്, ആരോഗ്യമേഖല വെന്റിലേറ്ററിലായ നാട്, പോലീസ് ഗുണ്ടകളായ നാട്, പോലീസ് സ്റ്റേഷനിൽ ക്രിമിനലുകൾ താണ്ഡവമാടുന്ന നാട്, ആദിവാസികൾ ആദിയിലായ നാട്, ആശാവർക്കർമാർ ആശങ്കയിലായ നാട്, പുനരധിവാസം ടൗൺഷിപ്പ് പാതിവയിലായപ്പോ മുസ്ലിം ലീഗിന്റെ 52 വീട് വയനാട് ജില്ലയിൽ ഉയർന്നു നിൽക്കുന്ന ഈ നാട്ടിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലാണ്. മറ്റുള്ള മേഖലയൊക്കെ പ്രതിസന്ധിയായപ്പോ തെരുവ് നായ്ക്കൾ അലയുന്ന നാട്. ആ നാടിന് പിണറായി വിജയൻ പറയുന്നു ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന്. ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അയ്യപ്പന് പോലും സംരക്ഷണമില്ലാത്ത നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം നാട് തിരികെ പിടിക്കാൻ, വേങ്ങരയുടെ കോട്ട കാത്തു സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ റിസൾട്ട് വരുന്ന സമയത്ത് ധർമ്മടത്തിന്റെ റിസൾട്ട് അല്ല, സഖാവ് പിണറായി വിജയൻ പരിശോധിക്കുക. സഖാവ് പിണറായി വിജയന്റെ മകൾ പരിശോധിക്കുന്ന വാർത്ത, കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത, സഖാവ് പിണറായി വിജയന്റെ മരുമകൻ ആഗ്രഹിക്കുന്ന വാർത്ത KM ഷാജിയുടെ റിസൾട്ടിനെ കുറിച്ചായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ആദ്യം വിജയിക്കേണ്ട നേതാവിന്റെ പേര് ഷാജി 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 എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് 2 വരി മുദ്രാവാക്യം ഇവിടെ വന്നപ്പോൾ വിളിക്കാൻ തോന്നി. ആ മുദ്രാവാക്യത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ട MP പാട്ടുപാടും. പ്രിയപ്പെട്ട ഷാജിക്ക് പ്രസംഗിക്കുമ്പോൾ 2 വരി പാടിയിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ എന്നെ വിളിച്ച ക്ഷണിക്കപ്പെട്ട ആളുകൾ പറയും അവൻ വെറുതെ വന്നു പോയി എന്ന്. വണ്ടിക്കൂലിയൊക്കെ തരുമെങ്കിൽ പോലും
രണ്ടു വാക്ക് വിളിച്ചോട്ടെ. എനിക്ക് വേറെ പ്രത്യേകത, ഞാൻ മങ്കുടയിൽ തങ്ങളൊക്കെ ഇരിക്കുമ്പോ പറഞ്ഞ ഞാൻ മുദ്രാവാക്യം വിളിച്ചാല് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? എന്നേക്കാൾ ആരെങ്കിലും ഉച്ചത്തിൽ വിളിച്ചാൽ ഷഹീദാവുന്നത് വരെ വിളിക്കും. രണ്ടുപേരെ വിളിക്കുന്നുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, റെഡി? വേങ്ങരയുടെ മണ്ണും വിണ്ണും, വേങ്ങരയുടെ മണ്ണും വിണ്ണും, വേങ്ങരയുടെ മണ്ണും വിണ്ണും, വേങ്ങരയുടെ മണ്ണും വിണ്ണും, വേങ്ങരയുടെ മണ്ണും വിണ്ണും. ആർത്തിരമ്പി പറയട്ടെ, ആർത്തിരമ്പി പറയട്ടെ, നിയമസഭയ്ക്കകത്ത് കയറി, നിയമസഭയ്ക്കകത്ത് കയറി, നിയമസഭയ്ക്കകത്ത് കയറി, നിയമസഭയ്ക്കകത്ത് കയറി. നട്ടല്ലങ്ങനെ നിവർന്നു നിർത്ത്, നട്ടല്ലങ്ങനെ നിവർന്നു നിർത്തി, നിലപാടിന്റെ യോദ്ധാവായി ഞങ്ങളെയാകെ നയിച്ചിടാൻ, ഞങ്ങളെയാകെ നയിച്ചിടാൻ ധീരതയോടെ നയിച്ചോളൂ. പതിയട്ടെ, പതിയട്ടെ, കോണി ചിഹ്നം പതിയട്ടെ, സാധിക്കാം പോരാളി, പോരാ പോരാ ഇത് മുറക്ക്, അതിന് മുറക്ക്, വേണ്ടു മുറക്ക്. UDYF സിന്ദാബാദ്. പ്രിയപ്പെട്ടവരെ, 3 മിനിറ്റ് എന്നുള്ളത് വിചാരിച്ച് 4 മിനിറ്റ് ആയത് ഏകദേശം ഇത്തരത്തിലുള്ള ആളുകളെ കിട്ടിയായി. ഞാനൊരു 10-12 പരിപാടിയിൽ പങ്കെടുത്തു. നാദാപുരത്ത് പങ്കെടുത്തു, കുറ്റിയാടി പങ്കെടുത്തു, മങ്കടയിൽ പങ്കെടുത്തു. അങ്ങ് തൃക്കരിപ്പൂരിൽ പോകാൻ തീരുമാനിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ പ്രശ്നമായിരിക്കും, നിങ്ങൾ പോകുമൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ UDYFന്റെ ആളുകൾ സംഘടിത സംഗമ സമരഭൂമി ഇതാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.